നമസ്കാരം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇത് സംബന്ധിച്ച അധികം വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടില്ലായിരുന്നു. ചർച്ചകളുടെ അവസാന ഘട്ടത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു ഫോൺ കോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന് വന്നിരുന്നുവെന്നും അതിന് തൊട്ട് പിന്നാലെയാണ് ചർച്ചകൾ പരാജയപ്പെട്ടതെന്നുമൊക്കെയാണ് ഇറാൻ ആരോപിക്കുന്നത്. അമേരിക്ക ആകട്ടെ ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ അത് സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഈ ചർച്ച നടന്ന മുറിയിലേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചിരുന്നില്ല. മാത്രമല്ല, മൊബൈൽ ഫോണുകൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അവരാരും തന്നെ മൊബൈൽ ഫോണുമായിട്ടല്ല ഈ ചർച്ചയ്ക്ക് എത്തിയത് എന്നുള്ളത് കാര്യം ശ്രദ്ധേയമാണ്. എന്നാൽ ചർച്ചയിൽ പങ്കെടുത്തവർ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഈ ചർച്ചകളിൽ പല സമയത്തും വളരെ ശബ്ദായമാനമായ രംഗങ്ങളുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഇരു വിഭാഗങ്ങളും വല്ലാതെ ഒച്ച വെച്ച് ബഹളമുണ്ടാക്കി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇറാൻ്റെ ആണവ പദ്ധതികൾ അടുത്ത 20 വർഷത്തേക്ക് നിർത്തിവയ്ക്കണം എന്നായിരുന്നു അമേരിക്കയുടെ ഡിമാൻഡ്. എന്നാൽ ഇറാനാകട്ടെ തങ്ങൾ ആണവ പദ്ധതികൾ വേണമെങ്കിൽ 5 വർഷത്തേക്ക് നിർത്തിവയ്ക്കാം എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത മധ്യസ്ഥരുടെ ഒരു നിലപാട് വേണമെങ്കിൽ ഒരു 12 വർഷത്തേക്ക് ഈ ആണവ പദ്ധതികൾ നിർത്തിവയ്ക്കാനുള്ള ഒരു ധാരണയിലേക്ക് ഇറാനെ എത്തിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ചർച്ചയിൽ വലിയ തോതിലുള്ള തർക്കങ്ങളുണ്ടാവുകയും അടിച്ചു പിരിയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മാത്രവുമല്ല, ഇറാനിലെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചി ഈ ചർച്ചയിലുടനീളം ചോദിച്ചത്, അദ്ദേഹം ശബ്ദമുയർത്തി സംസാരിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം ചോദിച്ചത് ഞങ്ങൾ ഈ അമേരിക്കയെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ്. വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയതിന് തൊട്ട് പിന്നാലെ ഇറാനിലേക്ക് ആക്രമണം നടത്തിയ രാജ്യമാണ് അമേരിക്ക. അങ്ങനെയുള്ള അമേരിക്ക തങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് അഗ്രാച്ചി ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പല കാര്യങ്ങളിലും വലിയ തോതിലുള്ള വാക്പോര് അവിടെ സംഭവിച്ചിരുന്നു. അതുപോലെ ഹോർമസ് കടലിടുക്ക് അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ അമേരിക്ക വളരെ ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇറാനാകട്ടെ ഒട്ടും വിട്ടുകൊടുക്കുന്ന രീതിയിലുമല്ല പെരുമാറിയത്. മാത്രവുമല്ല, ഇവിടെ മധ്യസ്ഥരായിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കയുടെ ഒരു വിനീത ദാസന്മാരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇറാനുമായി അത്ര നല്ല ബന്ധമല്ല പാകിസ്ഥാനുള്ളത് എന്നും നമുക്കറിയാം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാനാകട്ടെ അങ്ങനെ ഒരു ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇരുവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ചർച്ചയിൽ ഉടനീളം സമാധാനപരമായൊരു രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഇറാന് മേൽ അമേരിക്ക ഒരുപാട് അന്താരാഷ്ട്ര തലത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ വിദേശ രാജ്യങ്ങളുടെ നിക്ഷേപങ്ങളെ വിലക്കിയിട്ടുണ്ട്, മരവിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അടിയന്തരമായി പിൻവലിക്കണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ആദ്യഘട്ടങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് ഇറാൻ്റെ നിക്ഷേപങ്ങൾ മരവിപ്പിച്ചുള്ള കാര്യങ്ങളിൽ അനുകൂലമായ നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത് എന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകളിലുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഇക്കാര്യത്തിലൊക്കെ തന്നെ അമേരിക്ക വളരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ തന്നെയാണ് പ്രസിഡന്റ് ട്രംപ് ഈ ചർച്ചകൾക്കായി വിനിയോഗിച്ചിരുന്നത്. അമേരിക്കയിലെ വിദേശകാര്യ സെക്രട്ടറി ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് വൈസ് പ്രസിഡന്റിനെ പ്രസിഡന്റ് ട്രംപ് ഇസ്ലാമാബാദിലേക്ക് ചർച്ചകൾക്കായി പറഞ്ഞയച്ചത്. ഇക്കാര്യത്തിലും അമേരിക്കയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. വിദേശകാര്യ സെക്രട്ടറി ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് വൈസ് പ്രസിഡന്റ് ചർച്ചയ്ക്കായി അയച്ചത് എന്ന് വലിയൊരു വിഭാഗം രാഷ്ട്രീയ എതിരാളികൾ ട്രംപിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതേസമയം പിന്നീട് ചർച്ചകൾക്ക് ശേഷം പുറത്തു വന്ന നയതന്ത്ര പ്രതിനിധികൾ പറഞ്ഞത് ഈ ചർച്ചയിൽ 80% കാര്യങ്ങളിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്നാണ്. ബാക്കിയുള്ള 20% തട്ടിയാണ് ഈ ചർച്ച മുന്നോട്ട് പോകാതെ അവിടെ നിന്നത് എന്നാണ് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് ഏതൊക്കെ വിഷയങ്ങളാണെന്നുള്ള കാര്യത്തിലായിരുന്നു നേരത്തെ നമുക്കൊന്നും തന്നെ വിവരങ്ങൾ ലഭിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ പ്രധാനമായും ഇത്തരം കാര്യങ്ങളിലാണ്, നേരത്തെ സൂചിപ്പിച്ച വസ്തുതകളിലാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്നതെന്നും അക്കാര്യത്തിൽ യാതൊരു ധാരണയുമാകാതെ വല്ലാതെ ശബ്ദമുയർത്തി ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തവരെന്നും ഒടുവിൽ പാകിസ്ഥാനിലെ പ്രതിനിധികൾ തന്നെ ഇവരെ രണ്ടു കൂട്ടരെയും 2 മുറികളിലാക്കി കൊണ്ടിരുത്തി സമാധാനപ്പെടുത്തിയതിന് ശേഷമാണ് വീണ്ടും ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരികയും വീണ്ടും ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അത്രത്തോളം രൂക്ഷമായ രീതിയിലായിരുന്നു 2 രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിലെയും അമേരിക്കയിലെയും ഇത്രയും ഉന്നതതല പ്രതിനിധി സംഘം നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. അങ്ങനെ അതിനൊരു വലിയ ചരിത്ര പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നതാണ്. പക്ഷേ എന്നിട്ടും ഈ 2 കൂട്ടരും അവരവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയും തന്ത്രപ്രധാനമായ കാര്യങ്ങൾ നിലപാട് മാറ്റാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ചർച്ചകൾ വഴിമുട്ടിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയ്ക്ക് സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്നത്. പാകിസ്ഥാൻ തന്നെ ഇക്കാര്യത്തിൽ മുൻകൈ എടുത്ത് വീണ്ടും ചർച്ച നടത്തുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അപ്പോഴും ഈ തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇരു രാജ്യങ്ങളും തയ്യാറായില്ലെങ്കിൽ യുദ്ധം അനിശ്ചിതമായി നീളും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്.